ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമ്മൾ SCRT ടോപ്പിക്കാണ് നോക്കുന്നത്, ഇക്കണോമിക്സ്. അതിൽ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററാണ് പഠിക്കുക. ഇത് സാമൂഹ്യശാസ്ത്രം 2 ഭാഗം 1 10ാം ക്ലാസ്സിൻ്റെ 2025 എഡിഷൻ പുതുക്കിയ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ബാങ്കും ബാങ്കിതര സ്ഥാപനങ്ങളുമാണ്. ബാങ്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകൾ പൊതുവെ വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക് എന്നിങ്ങനെ 2 ഗണത്തിൽപ്പെടുത്താം. പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഇത് 2ആയി തിരിക്കാം: സഹകരണ ബാങ്കുകളെന്നും വാണിജ്യ ബാങ്കുകളെന്നും. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണ്. വാണിജ്യ ബാങ്കിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണ്. സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളോ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളാണ്. ഇത് കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പോൾ വാണിജ്യ ബാങ്കിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളും സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശമാർക്കാണ്, സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുമാണ്. ഇനി വാണിജ്യ ബാങ്കുകളെ പറ്റി നോക്കാം. ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ RBI അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്ക്. ബാങ്കിംഗ് സേവനം നൽകാൻ RBIയുടെ അനുമതി വേണം, അതുണ്ട്. 1930 RBI ആക്ടിൽ 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളുമാണ് വാണിജ്യ ബാങ്ക്. 2ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഷെഡ്യൂൾ 2ൽ ഉൾപ്പെട്ട ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക് RRB, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. വാണിജ്യ ബാങ്കിൻ്റെ ഉദാഹരണം എന്തൊക്കെയാണ്? പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, വിദേശ ബാങ്ക് എല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്ക് തന്നെയാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. വാണിജ്യ ബാങ്ക് തന്നെയാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. പക്ഷേ അത് 1990കൾക്ക് ശേഷം വന്ന വാണിജ്യ ബാങ്കാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് ഇതെല്ലാം ന്യൂ ജനറേഷൻ ബാങ്കാണ്. ആക്സിസ്, മഹേന്ദ്ര, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്. അപ്പോൾ 1934 RBI ആക്ടിൽ 2ാം പട്ടികയിൽപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ് വാണിജ്യ ബാങ്ക്. അതുതന്നെ 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, വായ്പ നൽകുക, ഇതൊക്കെയാണ് പൊതുവായ ധർമ്മങ്ങൾ. അപ്പോൾ 1, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 2, വായ്പകൾ നൽകുക. 3, മറ്റ് ധർമ്മങ്ങളുണ്ട്. മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഡെബിറ്റ് കാർഡ് നൽകുക, ക്രെഡിറ്റ് കാർഡ് നൽകുക, ബാങ്കിങ് സേവനങ്ങൾ, മറ്റ് സേവനങ്ങളൊക്കെ നൽകുക. അതൊക്കെയാണ് ബാങ്കുകളുടെ പൊതുവായ സേവനങ്ങൾ. 1ാമത്തേത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ പരിചയപ്പെടാം. 1, സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയും. 2, കറണ്ട് നിക്ഷേപം. 3, ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട്. 4, ആവർത്തിത നിക്ഷേപങ്ങൾ. അപ്പോൾ 1ാമത്തേത് പഠിക്കാം, സമ്പാദ്യ നിക്ഷേപം. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനാണ് സമ്പാദ്യ നിക്ഷേപം വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പണം പിൻവലിക്കാം. അതാണ് ഈ നിക്ഷേപത്തിൻ്റെ ഒരു പ്രത്യേകത. സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ്. അപ്പോൾ ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാമെന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുറഞ്ഞ നിരക്കിലെ പലിശയാണ് സമ്പാദ്യ നിക്ഷേപത്തിന് കിട്ടൂ. കുറഞ്ഞ നിരക്കിലുള്ള പലിശയെ കിട്ടും. അപ്പോൾ സമ്പാദ്യശീലം വളർത്താൻ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സാധിക്കും. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാമെന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ്. കുറഞ്ഞ നിരക്കിലുള്ള പലിശയാണ് ലഭിക്കുക. ഇനി കറണ്ട് നിക്ഷേപം എന്താണ്? ബിസിനസ് ഇടപാടുകൾക്ക് ഉള്ള നിക്ഷേപമാണ് കറണ്ട് നിക്ഷേപം. ഇതിന് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. കാരണം ഒരു ബിസിനസ്സുകാരന് എന്താണ് ഒരു ദിവസം കിട്ടുന്നതെന്നുള്ളതിന് നമുക്ക് വ്യത്യസ്ത എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല അവിടെ. ബിസിനസ് ഇടപാടുകളാണ് കറണ്ട് നിക്ഷേപത്തിൽ നടത്തുന്നത്.
ഇതിന് പലിശ നൽകാറില്ല. പലിശ ഇല്ലാത്ത നിക്ഷേപമാണ് കറണ്ട് നിക്ഷേപം. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യമുണ്ട്, OD എന്ന് പറയും. ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്ന അക്കൗണ്ട് ഏതാണ്? കറണ്ട് നിക്ഷേപമുള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത്. കാരണം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയും ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ട്. എന്ത് പറ്റും? അക്കൗണ്ടിൽ 1000 രൂപയുള്ളെങ്കിലും 10,000 രൂപ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റും. അതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടേം ഡിപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് നിക്ഷേപത്തിൽ പലിശ നൽകാറില്ല കേട്ടോ. ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപമാണ്. അതെന്താണ്? പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതല്ലാത്ത പണമാണ്. ഈ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ കിട്ടും. ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നതാണ് സ്ഥിര നിക്ഷേപത്തിന്. ഓക്കെ, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുൻപ്, അപ്പോൾ അതായത് ഞാൻ 2 വർഷത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ പണം പിൻവലിച്ചാൽ ലഭിക്കുന്ന പലിശ നിരക്ക് കുറവായിരിക്കും. ഓക്കെ, മുൻപേ നമ്മൾ പറഞ്ഞ സമയമുണ്ടല്ലോ, എത്ര ടേമിലേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്തത് അതിന് മുന്നേ പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. അപ്പം നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാം. ഓക്കെ, പലിശ ഇപ്പം നമുക്ക് വിവിധ കാലയളവിൽ പിൻവലിക്കാം. അത് നിക്ഷേപകർ നിശ്ചയിക്കുന്ന കാലയളവിൽ, അല്ലെങ്കിൽ മുതലിനൊപ്പം പിൻവലിക്കാം, അതാവാം. പക്ഷെ മുതൽ മൊത്തത്തിൽ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പലിശ കുറയും. ഓക്കെ, ആവർത്തിത നിക്ഷേപം. ഓക്കെ, ഇതെന്താണ്? ഒരു പ്രത്യേക കാലയളവിൽ, ഇപ്പം 2 വർഷം ഒരു നിശ്ചിത തുക, ഞാൻ 2000 രൂപയെന്ന് വിചാരിക്കുന്നു, നിശ്ചിത ഇടവേളകളിൽ ഓരോ മാസത്തിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. മനസ്സിലായോ? അതായത് ഞാൻ 2000 രൂപ വെച്ച് 2 വർഷത്തേക്ക് എല്ലാ മാസവും ഡിപ്പോസിറ്റ് ചെയ്തോളാം എന്ന് തീരുമാനിക്കുന്ന ഒരു നിക്ഷേപമാണ് ആവർത്തിത നിക്ഷേപം. ഇവിടെ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക്, പക്ഷേ ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. ഇതിന് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? സേവിങ്സ് അക്കൗണ്ടിന് കിട്ടുന്ന പലിശയേക്കാളും കൂടുതലായിരിക്കും, പക്ഷേ ടേം ഡിപ്പോസിറ്റിനേക്കാളും കുറവായിരിക്കും. ഇത് അവസാനം നമുക്ക് സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാം. അതായത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത തുക പലിശയും ചേർത്താണ് നമുക്ക് കിട്ടുക. ഇനി ബാങ്കുകൾ വായ്പ നൽകുമല്ലോ. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കാണ്. അപ്പോൾ വായ്പ നൽകും വാണിജ്യ ബാങ്ക് അല്ലേ. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരാണ് വാണിജ്യ ബാങ്ക്. എന്താണ്? സമ്പാദ്യം സൂക്ഷിക്കാൻ അവിടെ ബാങ്കിൽ കൊടുക്കുന്നവർക്കും വായ്പ എടുക്കുന്നവർക്കും ഇടയിലുള്ള ഇടനിലക്കാരാണ് വാണിജ്യ ബാങ്ക്. നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വയ്ക്കും, ബാക്കി എന്ത് ചെയ്യും? വായ്പ കൊടുക്കും. വാണിജ്യ ബാങ്ക് എന്ത് ചെയ്യും? നിക്ഷേപകർ തന്നതിൽ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ചിട്ട് ബാക്കി സംരംഭകർക്കായിട്ട് വായ്പ കൊടുക്കും. അപ്പോൾ ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾ വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുണ്ട്. അപ്പോൾ പലിശ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിക്ഷേപകർക്ക് കൊടുക്കേണ്ട പലിശ ഉണ്ടല്ലോ അത് കുറവും ഇവർ വായ്പയിൽ നിന്ന് ഈടാക്കുന്ന പലിശ കൂടുതലുമാണ്. അപ്പോൾ ഇതിലൊരു ഡിഫറൻസ് വന്നല്ലോ, അതാണ് ബാങ്കുകളുടെ വരുമാനം. ഈ വരുമാനം അല്ലെങ്കിൽ ആ പലിശകൾ തമ്മിലുള്ള വ്യത്യാസത്തെ സ്പ്രെഡ് എന്ന് പറയും. സ്പ്രെഡ്. ഓക്കെ, ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിൻ്റെ രേഖ, ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈട് സ്വീകരിച്ചാണ് വായ്പ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിൻ്റെ രേഖ, ശമ്പള സർട്ടിഫിക്കറ്റൊക്കെ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. അടുത്തത് മറ്റ് ധർമ്മങ്ങൾ. ബാങ്കിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്താണ്? ഡിപ്പോസിറ്റ് സ്വീകരിക്കുക, വായ്പ നൽകുക, അല്ലാതെ വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പൊതുജനങ്ങൾക്ക് വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിൽ ബാങ്കിങ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസ്, ലോക്കർ സൗകര്യം എന്നിവയാണ് അവ. അടുത്തത് ബാങ്കുകൾ. നമുക്കറിയാവുന്ന കാര്യം, മൊബൈൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിങ് സേവനങ്ങൾ, ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിങ്. ഓൺലൈൻ ബാങ്കിങ് എന്താണ്? ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനം. ഓക്കെ, ഇനി നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിങ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിൽ എവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. കാരണം ഞായറാഴ്ച ബാങ്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ നിർത്തലാവുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ എന്നും ഉപയോഗിക്കാം. ഇടപാടുകൾക്ക് വേഗം വർദ്ധിക്കാനും സാങ്കേതിക വിദ്യ സഹായകരമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിങ് മേഖലയിൽ ഉണ്ടായ ചില പണമിടപാട് സംവിധാനങ്ങൾ നോക്കാം. ഓക്കെ, സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് വന്ന പണമിടപാടുകളാണ് ഇതൊക്കെ. നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, NEFT സിസ്റ്റം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്താണ്? അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് നെഫ്റ്റ്. RTGS എല്ലാം RBI കൊണ്ടുവന്നതാണ്. അപ്പോൾ നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ IFSC കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്, RBI കൊണ്ടുവന്ന രീതിയാണ്. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ. ഇനി
ഈ അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകളാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഇനി IFSC കോഡിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം പോലെ ഉള്ള ഒരു അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് RBI കൊണ്ടുവന്ന സംവിധാനം RTGS. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നുള്ളതാണ് RTGSൻ്റെ പ്രത്യേകത. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും. അടുത്തത് കോർ ബാങ്കിങ്. ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ്. അതായത് അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ എവിടെ ചെന്നാലും ആ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടും. ഇനി യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, UPI, യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അതെന്താണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു. വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിലാണ്. തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഓക്കെ, വിവിധ ബാങ്ക് അക്കൗണ്ടുകളാണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനാവുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. UPI, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഭീം UPI, ആമസോൺ പേ ഒക്കെയാണ് UPI ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് NPCI ആണ് UPI വികസിപ്പിച്ചത്. NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും. പക്ഷേ സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കാം. ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണിവ. കാരണം ഇവയ്ക്ക് സമ്പാദ്യ നിക്ഷേപങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല. അപ്പോൾ സമ്പാദ്യ നിക്ഷേപം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും പറ്റില്ല, ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും പറ്റില്ല. ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രമാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാൻ 1969-ലാണ് KSFE സ്ഥാപിതമായത്. സ്വർണ്ണപണയം, വ്യക്തിഗത വായ്പ, ബിസിനസ്, വാഹന, ഭവന വായ്പകൾ, മൈക്രോ ഫിനാൻസ്, ചിട്ടി തുടങ്ങിയ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നടത്തിത്തരുന്നു. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA, നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഉണ്ടാവില്ലെന്ന്. കാരണം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. RBI, SEBI, IRDA, NHB ചേർന്നിട്ടാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം, ബാങ്കിതര ധനകാര്യ കമ്പനികൾ ഇതെല്ലാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനി LIC, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം UTI, ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ KSFE ഇതെല്ലാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി UPI വികസിപ്പിച്ചതാരാണ്? NPCI. നെഫ്റ്റിനെയും RTGSനെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നതാരാണ്? RBI. ഓക്കെ, ഇനി വായ്പാ നിക്ഷേപ അനുപാതം, ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്താണ്? ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം. അതായത് ഇത്ര നിക്ഷേപം ലഭിച്ചു, അതിൽ എത്ര ഭാഗം വായ്പയായി നൽകി എന്ന് സൂചിപ്പിക്കുന്നത് വായ്പാ നിക്ഷേപ അനുപാതമാണ്. ക്യാഷ് ഡിപ്പോസിറ്റ് റേഷ്യോ, ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് RBI ആണ്. ഓക്കെ, ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതമാണെങ്കിലോ, അതായത് CDR റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകിയെന്നാണ് ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ കൂടുതൽ ആണെന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ CDR കൂടിയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗവും വായ്പയായി നൽകിയെന്നാണ് അർത്ഥം. സാമ്പത്തിക ഉൾച്ചേർക്കൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ്. ഓക്കെ, ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? സാധാരണക്കാരെയും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെയും അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സാമ്പത്തിക പ്രവർത്തനമാണ്. ഓക്കെ, ഇതിനായി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളാണ്
ബാങ്ക് ദേശസാൽക്കരണം പോലെയുള്ള നടപടികൾ. അപ്പോൾ RBI ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1949 ഓക്കെ. ഇനി മറ്റ് ബാങ്കുകളോ? 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു. 69 ഒന്നാമത്തതിൽ 14, രണ്ടാമത്തത് 1980 6 ബാങ്കുകൾ. ഓക്കെ. എന്തിനാണ് ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്നത്? ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക. സാധാരണ ബാങ്കുകളൊക്കെ നഗരങ്ങളിൽ നിൽക്കാൻ നോക്കും, കാരണം അവർക്ക് പ്രോഫിറ്റ് വേണം. അപ്പോൾ ദേശസാൽക്കരിക്കപ്പെട്ടപ്പോൾ അത് ഗ്രാമങ്ങളിലേക്ക് വന്നു. കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമായി. വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉണ്ടായി. സാമ്പത്തിക ശക്തി കുറച്ച് ജനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചത് തടഞ്ഞു. ഇതൊക്കെയാണ് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി സഹകരണ ബാങ്കിങ് സംവിധാനം എന്താണ്? ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായ പങ്ക് വഹിക്കുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ. അതിനൊരു എക്സാമ്പിളാണ് കേരള ബാങ്ക്. സഹകരണ ബാങ്കിന് എക്സാമ്പിളാണ്. ഓക്കെ. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പ നൽകുക. ഇതൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ. അടുത്തത് നമുക്ക് മൈക്രോ ഫിനാൻസ് നോക്കാം. കേരള ബാങ്ക് സഹകരണ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് മൈക്രോ ഫിനാൻസ്. പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികളുണ്ടല്ലോ, താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ, ഇവർക്കൊക്കെ സാമ്പത്തിക സേവനങ്ങൾ നൽകാനാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ. ഓക്കെ. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് സഹകരണ ബാങ്കിൻ്റെ എക്സാമ്പിളായി കേരള ബാങ്ക് നോക്കാം. കേരള ബാങ്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. ഓക്കെ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമം ഉണ്ടാക്കി. 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമം. ഇത് 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. ഓക്കെ. 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തു. തൊട്ടടുത്ത വർഷം 1916 ജനുവരി 18 ഇത് ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. 1916 തുടങ്ങിയത്. ഇനി 1966 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജൂലൈയിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടല്ലോ, RBI ആക്ട്, അതുപ്രകാരം അതിലെ 2ാം പട്ടികയിൽ ഉൾപ്പെട്ടു. 1966 ജൂലൈയിൽ 2ാം പട്ടികയിൽ ഉൾപ്പെട്ടു റിസർവ് ബാങ്ക് ആക്ടിൻ്റെ. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഓക്കെ. ഇതിന് 823 ശാഖകളുണ്ട്. 2019 കേരള ബാങ്ക് ഫോം ചെയ്തിരിക്കുന്നത്. 823 ശാഖകളും 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ബാങ്കിൻ്റെ ഓഹരി വിഹിതം എങ്ങനെയാണെന്ന് നോക്കുക. 40% കേരള ഗവൺമെൻറ്, 30% ജില്ലാ സഹകരണ ബാങ്ക്, 30% മറ്റുള്ളവരും. ഓക്കെ. ബാങ്കിൻ്റെ ഓഹരി 40% കേരള ഗവൺമെൻറ്, 30% ജില്ലാ സഹകരണ ബാങ്ക്, 30% മറ്റുള്ളവർക്ക്. ഓക്കെ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ നൽകുക, മറ്റു പണമിടപാടുകൾ നടത്തുക എന്നിവയെല്ലാം കേരള ബാങ്ക് ചെയ്യുന്ന സേവനങ്ങളാണ്. കേരള ബാങ്കിൽ കേരളത്തിലുടനീളം ATM സർവീസുകളും ആധുനിക ബാങ്കിങ് സാങ്കേതികവിദ്യയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെയും തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവവും മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. മൈക്രോ ഫിനാൻസ് എന്തായിരുന്നു? താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തിൽ വന്നതാണ് മൈക്രോ ഫിനാൻസ്. ദാരിദ്ര്യം കുറയ്ക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. 1983 ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ്. മൈക്രോ ഫിനാൻസിൻ്റെ ഒരു മികച്ച ഉദാഹരണം ഏതാണ്? 1983 പ്രൊഫസർ മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക്.
കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്ക് 1983 വന്നത്, പിന്നെ കേരളത്തിലെ കുടുംബശ്രീ, ഇതെല്ലാം മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, സ്വയം സഹായ സംഘങ്ങൾ, അതായത് NHGS, SHGS എന്നിവർ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഓക്കെ, അടുത്തത് ജൻധൻ അക്കൗണ്ടാണ്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് എല്ലാവരെയും ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക, 0 മിനിമം ബാലൻസ് അക്കൗണ്ട് എന്നിവ സവിശേഷതയാണ്. താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്നിവയും ലക്ഷ്യം വയ്ക്കുന്നു. ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിക്കുക, ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥ, ക്യാഷ്ലെസ് എക്കോണമി അതിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം, വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ 10th എക്കണോമിക്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിവിഷൻ്റെ സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് കേട്ട് പോകാനാണെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലാതെ ക്ലാസ് കണ്ട് പഠിക്കണം എന്നുള്ളവർക്കും നന്നായിട്ട് മനസ്സിലാവുന്ന വിധത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത എക്സാംസിനൊക്കെ.